താങ്കൾ പറഞ്ഞത് മോഹൻലാൽ സൈനിക വേഷത്തിൽ ലഫ്റ്റനന്റ് കേണൽ ചേട്ടാ കൂടുതൽ നമ്പർ മറക്കണ്ട. ഞങ്ങൾ തന്നതേ ചോറ് തന്നെയാ. നീ എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്നുള്ള ആ സൈനിക വേഷത്തിൽ ആ ദുരന്ത ഭൂമിയിൽ ചെന്നത് ഈ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് അപ്പൊ അത് അവിടെ വരെ നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇപ്പോൾ ഒരു കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗം ഇങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഒരു ഭയമുണ്ടോ മനസ്സിൽ? കോമഡി ഒക്കെ പറയും കേട്ടോ നിങ്ങളോട്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. എന്തുകൊണ്ടാണ് ഇപ്പോഴും ചായ കുടിച്ചാലോ? ചായ കുടിക്കാം, തീർച്ചയായിട്ടും ചായ കുടിക്കാം. നമ്മൾ എന്തിനാ ഇവിടെ വന്നെന്ന് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് ചായ കുടിക്കാൻ. അതല്ല, എന്താ ചായ കുടിക്കണ്ടേ? കുടിക്കാം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആവാം. പിന്നെ കുറച്ച് ദോശ, ചമ്മന്തി. വിശക്കുന്നുണ്ട് രാവിലെ. വിശക്കുന്നു, കഴിക്കാൻ ഇറങ്ങിയത്. പലഹാരം വേണോ ശ്രാമേ? പലഹാരം അല്ലട കഴുതേ, പരിഹാരം. ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ. 2 ബോണ്ട, ഒരു സവാള വട, ഒരു സുഖിയൻ. അതായത് ഇവിടെ കണ്ടുമുട്ടി കാര്യങ്ങൾ ചോദിച്ചു നമ്മൾ പോകുന്നു. എങ്കിലും താങ്കൾ ഭയക്കുന്നുണ്ട്, താങ്കൾ ചായ കുടിക്കുന്നു. അപ്പൊ ശരി എന്നാ ബൈ. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഏതായാലും ഈ ഒരു കേസ് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ വേറെ ആവശ്യത്തിനാണ് വന്നത്. ഞാൻ അങ്ങോട്ട് പോട്ടെ. എടാ, ഇവൻ ആമറിനെ അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല. എത്ര നേരമാണ് ചോദിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറയടാ. ഇപ്പൊ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖാണ് താങ്കൾക്കെതിരെ തിരുവല്ല പോലീസിൽ പരാതി കൊടുത്തത്. ക്യാമറയൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് പോയി വീണ് കഴിഞ്ഞാൽ ഇവിടെ വീണ് ക്യാമറ പൊട്ടി, തല പൊട്ടി. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? അത് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ക്യാമറ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഉച്ചയാവും. അപ്പൊ വെയിലിന്റെ കാഠിന്യം കൂടും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. വെറുതെ കണകുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? പറഞ്ഞതിൽ ഇപ്പോഴും യോജിച്ചു തന്നെ നിൽക്കുകയാണ് അല്ലെ, അല്ലാതെ അത് മാറ്റണം അല്ലെങ്കിൽ അത് തിരുത്തേണ്ടതുണ്ടായിരുന്നു. മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. ഈ ഇവിടെ ഒരു ആവശ്യത്തിന് വന്നാ അപ്പഴാ നിങ്ങൾ പെട്ടെന്ന് വന്നോണ്ടാ നിന്നത്. ഈ പോണം. അപ്പൊ ശരി, ബൈ. ഞാൻ പോകുന്നു. ബൈ ബൈ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ. താങ്ക്സ് അടിച്ചു പൊളിക്കടാ.